I was like, don't react, it's fine. ഇതുപോലെ വന്നിട്ടില്ല, പക്ഷെ somewhat very similar. Calm down, let's take a chill pill, continue with my life. Already down ആണ്. അപ്പോൾ എനിക്ക് ഇത് ആക്ച്വലി ഇറങ്ങിയപ്പോൾ ഫുള്ള് കാണാത്തത് കൊണ്ടും എനിക്ക് പ്രത്യേകിച്ച് ഇങ്ങനെ വില ഉണ്ടായിരുന്നു. സത്യം പറയാമല്ലോ, കാലിൻ്റെ അടിയിൽ പൊടിയുടെ വില എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ സത്യമായിട്ടും. പക്ഷെ then I later came to know that this was affecting, yes, it was affecting എൻ്റെ അമ്മയുടെ അച്ഛൻ്റെ പേരുണ്ടായിരുന്നു. But they were also busy with their life. They were like, it's fine, നമുക്ക് ഇഗ്നോർ അടിക്കാം. ഷെബീന ബീവി ഒരു ഉണ്ടേ ഇടാനില്ല. പിന്നെ വേറെ ഒരു ബ്ലോഗർ, മാസ്റ്റർ പീസ് ബ്ലോഗർ ഇവിടെ ഇരുന്നുകൊണ്ട് പറയുന്നുണ്ട്, സൈബറിൽ കേസ് കൊടുത്തത്. ശോകം. ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ സോഷ്യൽ മീഡിയയിലെ ഇപ്പോഴത്തെ ചർച്ചാ വിഷയം നമ്മുടെ മഞ്ജു പിള്ളയുടെ മകളുടെ വസ്ത്രധാരണത്തെക്കുറിച്ച് ഷെഫീന ബീവി നടത്തിയ ഒരു റിയാക്ഷൻ. അതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എവിടെ നോക്കിയാലും കത്തിക്കേറിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ നേരത്തെയും വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഷെഫീന ബീവിയുടെ ആ ഒരു പ്രതികരണം അത് മോശമായിരുന്നു. നമുക്ക് പ്രതികരിക്കാം, മാന്യമായിട്ടുള്ള രീതിയിൽ നമുക്ക് പ്രതികരിക്കാം അല്ലേ. പക്ഷെ ആ ഒരു പെൺകുട്ടിയെ ആ ഒരു രീതിയിൽ അധിക്ഷേപിച്ച് സംസാരിച്ചത് തെറ്റ് തന്നെയാണ്, അത് നമ്മൾ അംഗീകരിക്കുന്നു. ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ ഒരുപാട് ആൾക്കാർ റിയാക്ട് ചെയ്ത് രംഗത്തേക്ക് വരുന്നുണ്ട്. ഷെഫീന ബീവിക്കെതിരെ പരാതി, സൈബർ സെല്ലിൽ പരാതിയൊക്കെ കൊടുത്തിട്ടുണ്ട് വേറെ യൂട്യൂബേഴ്സ്. അതുപോലെ തന്നെ മഞ്ജു പിള്ളയുടെ മകളായിട്ടുള്ള ദയാ സുജിത്ത്, ആ കൊച്ചി ഇന്ന് യൂട്യൂബിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിലും ഈ ഒരു വിഷയത്തെക്കുറിച്ച് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് ആ കുട്ടിക്ക് വേറൊന്നുമല്ല, ആ കുട്ടിയുടെ അമ്മയും അച്ഛനെയും പറഞ്ഞതാണ് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തതെന്ന് പറയുന്നുണ്ട്. അല്ലാതെ ആ ഒരു കുട്ടിയെക്കുറിച്ച് ഈ രീതിയിൽ പറഞ്ഞതൊന്നും ആ കുട്ടിക്ക് വലിയ പ്രശ്നമില്ല. പക്ഷെ അമ്മയും അച്ഛനെയും ഇതിലേക്ക് ഇൻക്ലൂഡ് ചെയ്ത് പറഞ്ഞതുകൊണ്ടാണ് ഇത്രത്തോളം ഒരു ദേഷ്യവും സങ്കടമൊക്കെ തോന്നിയെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു വിഷയത്തിൽ നമുക്ക് ഷെഫീന ബീവി പറഞ്ഞ ആ ഒരു പ്രതികരണ രീതി തെറ്റാണെങ്കിലും അവർ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലുള്ള വസ്ത്രധാരണം അത് സോഷ്യൽ മീഡിയയിലൊക്കെ വന്ന് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും അത് തെറ്റാണെന്നുള്ള രീതിയിലാണ് ഷെഫീന ബീവി പറഞ്ഞെങ്കിലും പറഞ്ഞ രീതി വളരെ മോശമായിപ്പോയി. ആ ഒരു രീതിയിൽ അധിക്ഷേപിച്ച് സംസാരിച്ചതാണ് എല്ലാവരും മെയിനായിട്ട് പറയുന്നത്. അപ്പോൾ ഇവിടെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് ആൾക്കാരാണ് മഞ്ജു പിള്ളയുടെ മകൾക്ക് സപ്പോർട്ടുമായിട്ട് രംഗത്തേക്ക് വരുന്നത്. അത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ഷെഫീന ബീവിയോട് ഒരുപാട് ആൾക്കാർക്ക് വല്ലാത്ത വെറുപ്പുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ വെറുപ്പുള്ള പല ആൾക്കാരും ഈ ഒരു കാര്യം ഒരു അവസരമായിട്ട് അവർക്കെല്ലാം കിട്ടിയിരിക്കുകയാണ്. അതായത് ഷെഫീന ബീവിയെ ഒന്ന് അടിച്ചിടാൻ, അല്ലെ ഷെഫീന ബീവിയുടെ ഒരു തകർച്ച കാണാൻ കാത്തിരിക്കുന്ന പല ആൾക്കാർക്കും ഇതൊരു സന്തോഷ വാർത്ത തന്നെയാണ്. ശരിയാണ്, അവരുടെ ചില നേരത്തെ സംസാരവും കാര്യങ്ങളൊക്കെ കുറച്ച് ഓവറാണ് എങ്കിൽ പോലും അവർ നല്ല കാര്യങ്ങളെക്കുറിച്ചും സംസാരിക്കാറുണ്ട്. പക്ഷെ പല ആൾക്കാർക്കും അവർ തെറി പറയുന്ന, തെറിത്താത്ത, മറ്റതാ മറിച്ചതാന്നൊക്കെ പറഞ്ഞ ഒരുപാട് ആൾക്കാർ ഇപ്പം ഈ ഒരു വിഷയത്തിൽ അവരെ പൂര ചീത്ത പറഞ്ഞുകൊണ്ട് രംഗത്തേക്ക് വരുന്നുണ്ട് കേട്ടോ. ഞാനും പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലുള്ള വസ്ത്രം ധരിച്ച് സോഷ്യൽ മീഡിയയിൽ വരുന്നതിനോട് ഞാനും ഒക്കെ ഒരുപാട് പ്രതികരിച്ചിട്ടുണ്ട്. പക്ഷെ അത് പ്രതികരിക്കേണ്ട രീതിയിലാണ് പ്രതികരിച്ചിരിക്കുന്നത്, അല്ലാതെ നമ്മളവരെ അധിക്ഷേപിക്കുക അല്ലെ അവരെ വൾഗറായിട്ടുള്ള രീതിയിലൊക്കെ അവരെ കുറിച്ച് സംസാരിക്കുന്ന അതിനോട് എനിക്കും താല്പര്യമില്ല. അപ്പോൾ ഇപ്പോൾ ഷെഫീന ബീവിക്കെതിരെ പരാതി കൊടുത്തിരിക്കുന്നത് ഉണ്ണീസ് വ്ളോഗ് എന്ന് പറയുന്ന ഒരു ചാനലുണ്ട് കേട്ടോ. അതിലൊരു വീഡിയോ അവർ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിലവർ ഷെഫീന ബീവിക്കെതിരെ സൈബർ സെല്ലിൽ പരാതിയൊക്കെ കൊടുത്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സംഭവം. ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മഞ്ജു പിള്ളയ്ക്കോ അല്ലെ അവരുടെ മകൾക്കോ ഇല്ലാത്ത വേവലാതിയൊക്കെ മറ്റു പലർക്കുമാണ് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇപ്പോഴും പറയുന്നു ഷെഫീന ബീവിയുടെ ആ ഒരു പ്രതികരണം അത് വളരെ മോശമായിപ്പോയി. കാരണം അവരതിൽ ഉപയോഗിച്ചിരിക്കുന്ന ചില വേർഡുകളൊക്കെ വളരെ വൃത്തികെട്ട രീതിയിലാണ്, അതിനോട് നമുക്കും യോജിപ്പില്ല. അപ്പോൾ ഈ ഒരു കാര്യം മുതലെടുത്തുകൊണ്ട് ഇപ്പോൾ കുറേ എണ്ണങ്ങൾ രംഗത്തേക്ക് വന്നിട്ട് ഇങ്ങനെയൊക്കെ ആയിരിക്കണം, അതായത് ഇത് 2026 ആണോ, ഇവിടെ എങ്ങനെ നടന്നാലും കുഴപ്പമില്ല, ആരും ഒന്നും പറയാൻ പാടില്ല, കാരണം ഇത് 2026 അല്ലേ, നാളെ തുണിയില്ലാതെ പെമ്പിള്ളേർ പുറത്തേക്ക് ഇറങ്ങിയാലും ആരും ഒന്നും പറയരുത്. ആ ഒരു രീതിയിലാണ് പല ആൾക്കാരും ഈ ഒരു വിഷയത്തെ വളച്ചൊടിച്ചിരിക്കുന്നത്. ഞാൻ ഇപ്പോഴും പറയുന്നു ഷെഫീന ബീവി പറഞ്ഞത് തെറ്റാണ്, അവരുടെ പ്രതികരണം തെറ്റായിരുന്നു എങ്കിൽ പോലും അവർ മുന്നോട്ട് വെച്ച ആ ഒരു വിഷയം എന്തായിരുന്നു, സോഷ്യൽ മീഡിയയിലേക്കും അല്ലെ പബ്ലിക്കിലേക്കും ഇതുപോലുള്ള വൾഗർ ഡ്രസ്സ് ധരിച്ചിട്ടുള്ള സംഭവത്തെക്കുറിച്ചാണ് അവർ പ്രതികരിച്ചത്. ഇതിപ്പോൾ പല ആൾക്കാരും മുതലെടുപ്പ് നടത്തിയിട്ട് ഇതിപ്പോൾ എന്തോ വലിയ കാര്യമാണ്, ആരെന്ത് ഡ്രസ്സ് ധരിച്ചാലും അതൊക്കെ അവരുടെ ഇഷ്ടമല്ലേ, അവർക്ക് കംഫർട്ടാണെങ്കിൽ അത് ധരിച്ചിറങ്ങിയാൽ ആർക്കാണ് പ്രശ്നം. അപ്പോൾ ഇനി ഇതുപോലെയൊക്കെ ആര് ഡ്രസ്സ് ധരിച്ചു വന്നാലും ആരും ഒന്നും പറയാൻ പാടില്ല കേട്ടോ. കാരണം എന്താ, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ. എന്തായാലും മഞ്ജു പിള്ളയുടെ മകളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരും
നാളെ മുതൽ അവരുടെയൊക്കെ വീടുകളിലുള്ള സ്ത്രീകളും കുട്ടികളുമൊക്കെ എന്ത് വസ്ത്രം ധരിച്ച് പുറത്തേക്ക് ഇറങ്ങിയാലും ആരും ഒന്നും പറയാൻ പാടില്ല. അല്ല, പല ആൾക്കാരും അതാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ കുറേ പൂക്കികളുണ്ടല്ലോ, അവരൊക്കെ ഇരുന്നിട്ട് ഷെഫീന ബീവിയെ പൂര ചീത്തയാണ്. ഇൻസ്റ്റഗ്രാമിലാണ് കേട്ടോ കൂടുതലും. ഒരുപാട് കൊച്ചു പെമ്പിള്ളേർ വന്നിരുന്നിട്ട് ഷെഫീന ബീവിയുടെ ഈ വീഡിയോ എടുത്തു വെച്ച് ഭയങ്കര റിയാക്ഷനാ. അതെന്തുകൊണ്ടാ ഈ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരൊക്കെ ഇമാതിരി പല പെമ്പിള്ളേരും ഷെഫീന ബീവിയുടെ ഈ ഒരു വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്ത പല പെമ്പിള്ളേരുടെയും പ്രൊഫൈലൊക്കെ ഞാൻ കയറി നോക്കി. എല്ലാം ഇതുപോലെ എന്താ പറയുക, ഈ മോഡലിംഗ് രംഗത്ത് ഭയങ്കര താല്പര്യമുള്ളത്. നിങ്ങൾ അവരുടെയൊക്കെ പ്രൊഫൈൽ എടുത്ത് നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം അവരുടെ വസ്ത്രധാരണവും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ അവർക്കുമൊക്കെ എന്തുവാ സ്വാതന്ത്ര്യം വേണം. കാരണം നാളെ അവരുമൊക്കെ ഇമാതിരിയൊക്കെ കാണിച്ചിറങ്ങിയാൽ ആരും ഒന്നും മിണ്ടരുത്. പല ആൾക്കാരും ഇപ്പം ഈ പറയുന്ന മഞ്ജുപിള്ളയോടെ അല്ല അവരുടെ മകളോടുള്ള സ്നേഹം കൊണ്ടൊന്നും അല്ല ഇവരെ സപ്പോർട്ട് ചെയ്യുന്നത്. പല പെമ്പിള്ളേർക്കും ഇതൊക്കെ തന്നെയാണ് വേണ്ടത്. ആരെയും പേടിക്കാതെ എന്ത് വസ്ത്രവും ധരിച്ച് പബ്ലിക്കിലേക്ക് ഇറങ്ങണം, അല്ലെ സോഷ്യൽ മീഡിയയിൽ എന്ത് വൃത്തികേടും കാണിക്കണം. അതിനെതിരെയൊന്നും ആരും പറയാൻ പാടില്ല. ഇപ്പം കഷ്ടകാലത്തിന് ഷെഫീന ബീബി ഈ ഒരു വിഷയത്തെക്കുറിച്ച് പ്രതികരിച്ചെങ്കിലും അവരുടെ വായിൽ നിന്ന് വന്നുപോയ ചില വൃത്തികെട്ട വാക്കുകളാണ് ഇതിപ്പോൾ ഇത്രയും ഒരു വലിയ ചർച്ചയായത്. പല ആൾക്കാരും പല പെമ്പിള്ളേരുടെയും വീഡിയോസ്, അതായത് വൾഗറായിട്ടുള്ള രീതിയിൽ ഡ്രസ്സൊക്കെ ധരിച്ചു വരുമ്പോൾ അതിൻ്റെ താഴെയൊക്കെ കുറേ ആൾക്കാർ വന്ന് നെഗറ്റീവ് കമൻറ്റ് ഇടാറുണ്ട്. പക്ഷേ ഈ ഒരു വിഷയത്തിൽ ഈ മഞ്ജുപിള്ളയുടെ മകളുടെ ഈ ഒരു വസ്ത്രധാരണത്തെ ഇപ്പം മിക്കവരും സപ്പോർട്ടാണ് ചെയ്യുന്നത്. സപ്പോർട്ട് ചെയ്യുന്നവരൊക്കെ നാളെ നിങ്ങളുടെയൊക്കെ വീട്ടിലുള്ള മക്കളും പെമ്പിള്ളേരും ഒക്കെ ഇതുപോലെയൊക്കെ വസ്ത്രം ധരിച്ച് ഇറങ്ങുമ്പോഴും എതിർക്കാൻ പാടില്ല. എന്താ ഇതിനൊക്കെ പറയേണ്ടത്? അവരുടെ ഒരു പ്രതികരണം, അവർ പ്രതികരിച്ച രീതി തെറ്റായിരുന്നു. മാന്യമായിട്ടുള്ള രീതിയിൽ അവർക്ക് പ്രതികരിക്കായിരുന്നു. പക്ഷെ അവരതിൽ കുറച്ച് വൃത്തിയായിട്ട രീതിയിലൊക്കെ സംസാരിച്ചത് അത് മോശം തന്നെയാണ്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇമാതിരി വേഷം കെട്ടലുകൾ കാണിച്ച് പബ്ലിക്കിലാണെങ്കിലും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലാണെങ്കിലും ഇമാതിരി വൃത്തികേടുകൾ കാണിക്കുന്നതിനോട് നമുക്കും താല്പര്യമില്ല. ഉള്ളതുപോലെ പറയണമല്ലോ. അല്ലാതെ ഇവിടെ മഞ്ജുപിള്ളയുടെ മകളായതുകൊണ്ട് തന്നെ ആ പെങ്കൊച്ച് കാണിച്ച ആ ഒരു പ്രവൃത്തി, അല്ലെ ആ പെങ്കൊച്ചിൻ്റെ ആ ഒരു മോഡേൺ ലുക്കിലുള്ള ഫോട്ടോ കണ്ടിട്ട് അതിനെ സപ്പോർട്ട് ചെയ്യാൻ എനിക്ക് തോന്നുന്നില്ല. എന്തുവാ അത്? ഇമാതിരിയൊക്കെ കാണിച്ച് പബ്ലിക്കിലേക്ക് ഫോട്ടോസൊക്കെ ഇടുമ്പോൾ അത് കാണുന്ന ആൾക്കാർ റിയാക്ട് ചെയ്യും, പ്രതികരിക്കും, അല്ലേ? കമൻ്റ് ആണെങ്കിൽ പോലും എന്തൊക്കെ വൃത്തികെട്ട രീതിയിലുള്ള കമൻറ്റുകളാണ് പല ആൾക്കാരും ഇതുപോലുള്ള ഓരോ വേഷം ധരിച്ച് പല എണ്ണങ്ങളും വീഡിയോസ് ആണെങ്കിലും അല്ലെ ഫോട്ടോസ് ആണെങ്കിലും ഇടുമ്പോൾ അതിൻ്റെയൊക്കെ താഴെ വന്ന് കമൻ്റ് ഇടുന്നത്. ഉദാഹരണം നമ്മുടെ ഹണി റോസിനെ കുറിച്ചും ഈ പറയുന്ന അന്നാരാജനുണ്ടല്ലോ, ഇവരൊക്കെ എന്ത് വൃത്തികേട് കാണിച്ചാൽ പബ്ലിക്കിലേക്ക് വരുന്നത്. ഇതിനെതിരെയൊക്കെ നമ്മൾ ഒരുപാട് പ്രതികരിച്ചിട്ടുണ്ട്. ഈ ഷെഫീന ബീവിയൊക്കെ ഇതുപോലെയുള്ള ഒരുപാട് ആൾക്കാർക്കെതിരെ പ്രതികരിച്ചിട്ടുണ്ട്. പക്ഷെ പല പെമ്പിള്ളേരും, പല പൂക്കി പെമ്പിള്ളേരും ഈ ഒരു വിഷയം മാത്രമാണ് ഷെഫീന ബീവിയുടെ കണ്ടത്. എന്നിട്ട് അവരുടെ ആ ഒരു വീഡിയോ എടുത്തു വെച്ചങ്ങ് ഭയങ്കര റിയാക്ഷനാണ് കേട്ടോ. അവരുടെ കഷ്ടകാല സമയത്തോ മറ്റോ സംസാരിച്ച രീതി വളരെ മോശമായി പോയി. അതിപ്പോൾ എല്ലാവരും എടുത്തു വെച്ച് ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്യുക. ഇതിലൊക്കെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും ഷെഫീന ബീവിക്ക് ഒരു പ്രശ്നമേ അല്ല. അവരിപ്പോഴും ആ പറഞ്ഞ ആ ഒരു സ്റ്റാൻഡിൽ തന്നെ ഉറച്ചു നിൽക്കുക. അവരും അംഗീകരിക്കുന്നുണ്ട്. ഞാൻ ആ ഒരു സമയത്ത് ആ ഒരു ഇമോഷനിൽ പറഞ്ഞ രീതി അത് മോശമായി പോയെന്ന് അവരും അംഗീകരിക്കുന്നുണ്ട്. എങ്കിൽ പോലും അവർ ആ പറഞ്ഞ സ്റ്റാൻഡിൽ തന്നെ ഉറച്ചു നിൽക്കുക. അവരുടെ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു വീഡിയോ വന്നിട്ടുണ്ട്, നമുക്ക് അതൊന്ന് കാണാം. ഞാൻ പറഞ്ഞത്, നമ്മൾ തുണിയൂരി കാണിക്കുമ്പോൾ നമ്മൾ അട്രാക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വിഭാഗം ജനത നിങ്ങൾ ആണുങ്ങളെ കുറ്റപ്പെടുത്തുമ്പോൾ അവരുടെ മുന്നിൽ തുണിയില്ലാതെ നിങ്ങൾ ഈ കാണിക്കുന്ന പെർഫോമൻസ് റോങ്. നിങ്ങൾ നിങ്ങളെ മെറ്റീരിയലൈസ് ചെയ്യരുത്. ഞാനൊരു മെറ്റീരിയൽ അല്ല, ഐ എം നോട്ട് എ സെക്സ് ടൂൾ എന്നാണ് പറഞ്ഞത്. അത് ബോധമുള്ളവർക്ക് മനസ്സിലാക്കും. ബോധമില്ലാത്തവരെന്ത് പറയും? എന്റെ മോളുടെ സ്വാതന്ത്ര്യത്തിൽ കൈ കടത്തിയോ, വിടില്ല ഞാൻ എന്നൊക്കെ പറഞ്ഞിട്ട് വരും. നിന്റെ മോളുടെ സ്വാതന്ത്ര്യം നിന്റെ മോളുടെ ഒരു ലെവൽ വരെ ഉള്ളൂ. അതിനിപ്പുറത്തോട്ട് വന്നാൽ ന്യൂഡിറ്റിക്കെതിരെ കംപ്ലൈന്റ് കൊടുക്കാൻ പറ്റും. മനസ്സിലായോ? ചാനൽ എന്റേതല്ല പൂട്ടപ്പെടുന്ന ചാനൽ, പൂട്ടിയ ചാനലുകളും ന്യൂഡിറ്റി പ്രദർശിപ്പിച്ച ചാനലുകളാണ്. ഇപ്പോൾ തൊപ്പിയുടെ ചാനൽ പൂട്ടി. അവന്റെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് മേലുള്ള കത്തിവെപ്പൊന്നുമല്ല. അവൻ കൊണ്ടുവന്ന് കാണിച്ചത് ഒരു വൃത്തികെട്ട സാധനമാണ്. അതാണ് അവന്റെ ചാനൽ പോകാനുള്ള കാരണം. ആ ചാനൽ പോയാലും അവൻ അടുത്ത ചാനൽ തുടങ്ങാനുള്ള ഇതുണ്ട്. അതൊന്നും ആർക്കും വിലക്കാനും നിഷേധിക്കാനും പറ്റത്തില്ല. മണ്ടത്തരങ്ങൾ ആരെങ്കിലും പറഞ്ഞാൽ ആ മണ്ടത്തരങ്ങൾ ഏറ്റുപിടിച്ചുകൊണ്ട് വന്നിട്ട് നിങ്ങൾ കൺഫ്യൂഷൻ ചോദിക്കരുത്. സ്പെഷ്യലി എൻ്റെ വ്യൂവേഴ്സ് ദയവ് ചെയ്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞാൻ ഒരു ഇല്ലീഗൽ ഇമ്മോറൽ സൈഡുള്ള ആളല്ല. എന്നെ തീവ്രവാദി, മാവോയിസ്റ്റ്, പെൺവാണിപ്പക്കാരി, സ്പൈ, ചാനവനിത,
എന്ന് വേണ്ട സർവത്രം പറഞ്ഞാലും ഞാനിവിടെ സ്ട്രെങ്താ നിൽക്കുന്നതിന്റെ കാരണം ഞാൻ ഇതിനകത്തൊന്നും ഇല്ല. അവരിനിയിപ്പോൾ തലകുത്തി മറിഞ്ഞാലും ഇങ്ങനെയുള്ള ഒരു സംഗതിയിൽ എന്നെ കിട്ടില്ല. അതെനിക്ക് മാത്രം മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. പിന്നെ ആസ് യൂഷ്വൽ ഇപ്പം എല്ലാവരും പറഞ്ഞ കണക്ക് ഞാൻ ആ ഒരു ഇമോഷൻ ഇത്തിരി ഹൈപ്പിലായിപ്പോയി. അപ്പോഴും കയറി നല്ല രണ്ടങ്ങ് കൊടുത്തു. എനിക്ക് അതിനകത്ത് വലിയ റിഗ്രഷൻ ഒന്നുമില്ല. അപ്പൊ കണ്ടല്ലോ ഷെഫീന ബീവിയുടെ പ്രതികരണം ഇതാണ്. അവരും അംഗീകരിക്കുന്നുണ്ട്, ആ ഒരു സമയത്ത് അവരുടെ ആ ഒരു ഇമോഷനിൽ അവർ ആ ഒരു രീതി പ്രതികരിച്ചു എന്ന് വെച്ചിട്ട് അവർക്ക് ഇപ്പൊ അവർക്കെതിരെ കേസ് വന്നാലും ഒന്നും അവർക്കതൊരു പ്രശ്നമില്ല. അവരതൊക്കെ തരണം ചെയ്യാൻ തയ്യാറാണ്.